Welcome to Semester 3 Complementary Electronics for BSc Physics main students. And today we are seeing an oscillator which is called a UJT Relaxation Oscillator, Uni-Junction Transistor Relaxation Oscillator. That is the topic. Complementary Electronics, Semester 3 from for BSc main Physics students. So before we start the UJT relaxation oscillator, let us understand what is an oscillator. You see what is an oscillator. We study sinusoid oscillators in detail, and here I mention about oscillators given. What is an oscillator? അപ്പോൾ നമ്മൾ ഇവിടെ UJT റിലാക്സേഷൻ ഓസിലേറ്ററാണ് പഠിക്കുന്നത്. ഇത് സൈനുസോയ്ഡ് ഓസിലേറ്ററിന് വ്യത്യസ്തമാണ്. സൈനുസോയ്ഡ് ഓസിലേറ്ററിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേവ് ഫോം ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് റിലാക്സേഷൻ ഓസിലേറ്റർ. An oscillator is a device that produces a waveform by its own without any input. ഇൻപുട്ട് ഇല്ലാതെ വേവ് ഫോം ഉണ്ടാക്കുക, അത്ര ഡിവൈസാണ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓസിലേറ്ററിനെ വിളിക്കുന്നൊരു പേര് തന്നെയാണ്. ആൻ ഓസിലേറ്റർ ഈസ് എൻ ആംപ്ലിഫയർ വിത്തൗട്ട് ഇൻപുട്ട്. അതൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അങ്ങനെ. വൈ ആൻ ഓസിലേറ്റർ ഈസ് കോൾഡ് ആൻ ആംപ്ലിഫയർ വിത്തൗട്ട് ഇൻപുട്ട്? വിത്തൗട്ട് ഇൻപുട്ട് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയറാണ് ഓസിലേറ്റർ എന്ന് പറയാൻ കാരണം എന്ത്? അത് നിങ്ങൾ ഓസിലേറ്റർ പഠിക്കുമ്പോൾ മനസ്സിലാകും. ഓസിലേറ്ററിന് ഇൻപുട്ട് ആവശ്യമില്ല, ഇൻപുട്ട് വേവ് ഫോം വേണ്ട. അതിനകത്ത് ഇത് പ്രവർത്തിച്ച് ഒരു വേവ് ഫോം ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓസിലേറ്റർ. An oscillator is a device that produces a waveform by its own without any input. Though some DC voltage is applied for the device to work, it will not produce any waveform as in it will not produce or receive any waveform as input. Input and waveform വേണ്ട. A relaxation oscillator is a device that produces a non-sinusoidal waveform. സൈനുസോയ്ഡ് വേവ് ഫോം അല്ല, എ നോൺ സൈനുസോയ്ഡ് വേവ് ഫോം ആണ് ഉണ്ടാക്കുന്നത് ഓൺ ഇറ്റ്സ് ഓൺ. ദിസ് വേവ് ഫോം ഡിപ്പെൻഡ്സ് ജനറലി അപ്പോൺ ദി ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ടൈം കോൺസ്റ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഇൻ ദ സർക്യൂട്ട്. ഒരു കപ്പാസിറ്ററിന് ചാർജിങ് ഡിസ്ചാർജിങ് ഉണ്ടെങ്കിൽ കേട്ട് കാണാം. കപ്പാസിറ്റർ ചാർജ് ആകുക, കപ്പാസിറ്റർ ഡിസ്ചാർജ് ആകുക. ഈ ചാർജിങ് അതുപോലെ ഡിസ്ചാർജിങ് ആക്ഷനാണ് ഇത്തരം വേവ് ഫോം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, വേവ് ഫോം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി UJT ഓസിലേറ്ററിൽ നമ്മൾ സ്വീകരിക്കുന്നത്. So we can see what is UJT relaxation oscillator. Construction and working. ആ കൺസ്ട്രക്ഷന് നമ്മൾ ഈ പടം ഒന്ന് ആദ്യമേ വരയ്ക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇടയ്ക്ക് വരച്ചാലും മതി. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ആ ഡിവൈസ് ആ സർക്കിളിനകത്ത് കാണുന്നതാണ് UJT. നിങ്ങൾക്കറിയാം UJTയുടെ എമിറ്റർ, അതുപോലെ രണ്ട് ബേസ് B1 B2. മുകളിൽ ഒരു ബേസ് റെസിസ്റ്റർ ഉണ്ട്, താഴെ മറ്റൊരു ബേസ് റെസിസ്റ്റർ ഉണ്ട്, ഒരു കപ്പാസിറ്റിയാണ് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ്. UJTയും കപ്പാസിറ്റിയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ഒരു റെസിസ്റ്ററുണ്ട്. അപ്പോൾ റെസിസ്റ്റർ എമിറ്റർ സർക്യൂട്ടിലുണ്ട്, കപ്പാസിറ്ററുണ്ട്, താഴെ എർത്ത് കണക്ട് ചെയ്തിരിക്കുന്ന മുകളിൽ നമ്മളൊരു ബാറ്ററി VBB കൊടുക്കുകയാണ്. ഈ ബേസ് 1 ബേസ് 2വിന് ഒരു ബാറ്ററി VBB കൊടുക്കുകയാണ്. ഇതാണ് സർക്യൂട്ട്. ഈ സർക്യൂട്ടാണ് UJT റിലാക്സേഷൻ ഓസിലേറ്ററിൻ്റെ സർക്യൂട്ട്. ഇത് വരച്ച് പഠിക്കണം. So we can see what is the construction and working of UJT relaxation oscillator. The emitter of UJT is connected with a resistor and capacitor as shown. പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പിടിപ്പിക്കണം എന്ന് പറയുകയാണ്. ഇത് RC ടൈം കോൺസ്റ്റൻറ്റ്, നമുക്കറിയാം കപ്പാസിറ്ററിന് ഒരു ടൈം കോൺസ്റ്റൻ്റ് ഉണ്ട്, അതിന് CR എന്ന് പറയും. നേരെ മറിച്ച് ഇൻഡക്ടർ ആണെങ്കിൽ L/R എന്ന് പറയും. അത് +2 ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. The RC time constant determines the timing of the output waveform of the relaxation oscillator. Both the bases are connected with a resistor each. ഓരോ ബേസിനും ഓരോ റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ പേരിട്ടില്ലെന്നേ ഉള്ളൂ, പേര് വേണമെങ്കിൽ ഇടാം. അവിടെ ആർട്ടൊന്ന് ഇടാവുന്നതാണ്. Both the bases are connected with a resistor. The DC voltage supply is VBB. ആ DC voltage supply VBB ആണ്.
The following figure shows how to use a UJT as a relaxation oscillator. ഈ കാണുന്ന പടമാണ് റിലാക്സേഷൻ ഓസിലേറ്ററിൻ്റെ ചിത്രം. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അത് ഇവിടെ ലെഫ്റ്റിലൊരു ആറുണ്ട്, മറ്റേ രണ്ട് റെസിസ്റ്റൻസിനെയും RB1 അല്ലെങ്കിൽ R1 R2 എന്ന് മാർക്ക് ചെയ്യാം നമുക്ക്. മുകളിലും താഴെ ഉള്ളത് UJT തന്നെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഓർക്കണം. ഇനിഷ്യലി ദ വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ ഈസ് 0. ആദ്യമേ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് 0 ആയിരിക്കും. കാരണം കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങിയില്ല എങ്കിൽ അതിൻ്റെ വോൾട്ടേജ് 0 ആയിരിക്കും. സോ വി കപ്പാസിറ്റർ VC 0. ദ UJT ഈസ് ഇൻ ഓഫ് കണ്ടീഷൻ. ഇപ്പോൾ കപ്പാസിറ്റർ 0 വോൾട്ടേജിലാണെങ്കിൽ UJT ഓഫ് കണ്ടീഷനിലായിരിക്കും. ദ റെസിസ്റ്റർ R പ്രൊവൈഡ്സ് എ പാത്ത് ഫോർ ദി കപ്പാസിറ്റർ ടു ചേഞ്ച് ത്രൂ ദി വോൾട്ടേജ് അപ്ലൈഡ്. ചാർജ് ത്രൂ ദി വോൾട്ടേജ് അപ്ലൈഡ്. അപ്പോൾ നമ്മൾ ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ആ റെസിസ്റ്റർ വഴി കപ്പാസിറ്റർ അങ്ങോട്ട് ചാർജ് ചെയ്യാൻ തുടങ്ങും. VC 0-ൽ നിന്ന് അതിൻ്റെ വോൾട്ടേജ് ക്രമേണ ഉയരും. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ഇൻക്രീസിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നതാണ്. CR സർക്യൂട്ടിൽ പഠിക്കുന്നതാണ്. അതായത് കപ്പാസിറ്റർ ചാർജസ് അക്കോർഡിംഗ് ടു ദി വോൾട്ടേജ് V0 × 1 - e−t/RC. RC ആണ് അല്ലെങ്കിൽ CR ആണ് ടൈം കോൺസ്റ്റന്റ്. അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന ഇക്വേഷൻ ഈ കാണുന്നതാണ്. V0 എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. അതായത് നമ്മുടെ ആ ടൈം 0 ആണെങ്കിൽ കപ്പാസിറ്റർ എന്തെങ്കിലും വോൾട്ടേജ് ഉണ്ടെങ്കിൽ അതായിരിക്കും V0 എന്ന് പറയുന്നത്. ഇപ്പോൾ V0 × 1 - e−t/RC. C കപ്പാസിറ്റി, R റെസിസ്റ്ററാണ്, E എന്ന് പറഞ്ഞാൽ ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതം. The capacitor usually starts charging and continues to charge until the maximum voltage VWB is obtained. But in this circuit, when the voltage across the capacitor reaches a value, capacitor reaches a value, that's very important, which enables the UJT to turn on the peak voltage. അതായത് നമ്മളിങ്ങനെ കപ്പാസിറ്റർ ആ റെസിസ്റ്റർ വഴി ബാറ്ററി VBB ഉപയോഗിച്ച് ചാർജ് വരുമ്പോൾ ഒരു പ്രത്യേക വോൾട്ടേജ് ആകുമ്പോൾ കപ്പാസിറ്ററിൻ്റെ ടേൺ ഓൺ വോൾട്ടേജ്, ഫയറിംഗ് വോൾട്ടേജ്, ട്രിഗറിംഗ് വോൾട്ടേജ് ആകും. ദ പീക്ക് വോൾട്ടേജ് ഇൻ ദ കപ്പാസിറ്റർ സ്റ്റോപ്സ് ടു ചാർജ്. കപ്പാസിറ്റർ ക്രമേണ ചാർജ് ചെയ്യാൻ ഒരു പ്രത്യേക വോൾട്ടേജ് എത്തും. ഒരു മാക്സിമം ആയി കഴിഞ്ഞാൽ പിന്നെ കപ്പാസിറ്റർ പിന്നെ ചാർജ് ചെയ്തില്ല. അന്നേരം ഇത് സംഭവിക്കും നോക്കുക. ആൻഡ് സ്റ്റാർട്ട്സ് ഡിസ്ചാർജിങ് ത്രൂ UJT. അന്നേരം ഈ സഫിഷ്യൻ്റ് വോൾട്ടേജ് വരുമ്പോൾ അത് UJTയിലൂടെ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരു പ്രത്യേക കപ്പാസിറ്ററിൻ്റെ മാക്സിമം വോൾട്ടേജ് വരുമ്പോൾ UJT ടേൺ ഓൺ ആകുകയും അത് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. നൗ ദിസ് ഡിസ്ചാർജിങ്, അപ്പോൾ ഈ UJT കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയാൽ നൗ ദിസ് ഡിസ്ചാർജിങ് കണ്ടിന്യൂസ് അണ്ടിൽ ദ മാക്സിമം വോൾട്ടേജ് വിച്ച് ടേൺസ് ദി UJT ഓഫ്. Now this discharging continues until minimum voltage which turns the UJT off. അപ്പോൾ കപ്പാസിറ്ററിലെ ചാർജ് കുറഞ്ഞ് ഒരു പ്രത്യേക വോൾട്ടേജ് എത്തുമ്പോൾ UJT ഓഫ് ആകും. അതിനെ നമ്മൾ വാല്യൂ വോൾട്ടേജ് എന്ന് പറയും. നമ്മൾ ആ ഗ്രാഫിൽ പഠിച്ച് ഓർക്കുക, ഒരു പീക്ക് വോൾട്ടേജ് ഉണ്ട്, വാല്യൂ വോൾട്ടേജ് ഉണ്ട്. പീക്ക് വോൾട്ടേജ് ആകുമ്പോൾ ഈ UJT ഓൺ ആകും, വാല്യൂ വോൾട്ടേജ് ആകുമ്പോൾ UJT ഓഫ് ആകും. ദിസ് പ്രോസസ് കണ്ടിന്യൂസ് ആൻഡ് ദ വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ വെരി ഇൻഡിക്കേറ്റഡ് ഓൺ എ ഗ്രാഫ് ദ ഫോളോയിങ് വേവ് ഫോം ഈസ് ഒബ്സർവ്ഡ്. അപ്പോൾ നമ്മൾ ഈ ചാർജിങ് അല്ലെങ്കിൽ ഡിസ്ചാർജിങ് ഗ്രാഫിക്കലായിട്ട് പ്ലോട്ട് ചെയ്താൽ നമുക്ക് താഴെ കാണുന്ന ഒരു വേവ് ഫോം ഉണ്ടാകും. ഇതൊരു സൈൻ വേവ് ഫോമല്ല, എക്സാക്ട്ലി ഒരു ഷോർട്ട് ടൂത്ത് വേവ് ഫോമാണ്. അതായത് നമ്മൾ ടൈം എക്സ് ആക്സിലെടുക്കും, വൈ ആക്സിൽ നമ്മൾ എമിറ്റർ വോൾട്ടേജ് എടുക്കും. അപ്പോൾ അതൊരു ഗ്രാഫ് കിട്ടും. ഈ ഗ്രാഫ് ശരിക്കും ഒരു സൈൻ വേവ് ഇവിടെയാണ് വരച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, അതിന് കൃത്യഫോം താഴെ കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ വോൾട്ടേജ് ക്രമേണ ഉയരും, പീക്ക് വോൾട്ടേജ് എത്തും, വോൾട്ടേജ് ഡിസ്ചാർജ് ആകും, വാല്യൂ വോൾട്ടേജ് എത്തും. അങ്ങനെ ഈ പ്രോസസ് ആവർത്തിച്ചിട്ട് ഇതുപോലെ ഒരു കർവ്, ഒരു വേവ് ഫോം നമുക്ക് കിട്ടും വോൾട്ടേജിന്. ഇത് ഒരു സൈൻ വേവ് അല്ല, മറിച്ച് ഒരു നോൺ സൈനസോയിഡൽ വേവ് ഫോമാണ്. ആ നോൺ സൈനസോയിഡൽ വേവ് ഫോം എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് ഇനിയുള്ള ചിത്രത്തിൽ അവസാനം കൊടുക്കുന്നുണ്ട് ഞാൻ. അതിൽ നമ്മൾ ഷോർട്ട് ടൂത്ത് വേവ് ഫോം എന്ന് പറയും. അർക്കവാളിൻ്റെ പല്ല് പോലെയുള്ള ഒരു വേവ് ഫോം. സോ ദ ചാർജ് ആൻഡ് ഡിസ്ചാർജ് ഓഫ് കപ്പാസിറ്റർ പ്രൊഡ്യൂസസ്
ദ സ്യൂപ്പ് വേവ് ഫോം. ഈ സോ ടൂത്ത് വേവ് ഫോമിനെ നമ്മൾ സ്യൂപ്പ് വേവ് ഫോം എന്നാണ് വിളിക്കുന്നത്. ആ ഷോൺ എബോവ്. അപ്പോൾ മോളി വരച്ചിരിക്കുന്നത് ഒരു സ്യൂപ്പ് വേവ് ഫോമാണ്, അല്ലാതെ അത് സൈൻ വേവ് ഫോം അല്ല. ദ ചാർജിങ് ടൈം പ്രൊഡ്യൂസസ് ഇൻക്രീസിങ് സ്യൂപ്പ് ആൻഡ് ദ ഡിസ്ചാർജിങ് ടൈം പ്രൊഡ്യൂസസ് എ ഡിക്രീസിങ് സ്യൂപ്പ്. The repetition of this cycle forms a continuous soup output waveform. As the output is non-sinusoidal waveform, the circuit is said to be working as relaxation oscillator. അപ്പോൾ എന്തുകൊണ്ട് ഇത് റിലാക്സേഷൻ ഓസിലേറ്റർ എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇത് സൈൻ വേവ് ജനറേറ്റ് ചെയ്യുന്നില്ല, നോൺ സൈനുസോയിഡൽ വേവാണ് ജനറേറ്റ് ചെയ്യുന്നത്. ആ കാരണം കൊണ്ടാണ് ഇതിനെ റിലാക്സേഷൻ ഓസിലേറ്റർ എന്നിവിടെ പറയുന്നത്. എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്? ഇതിന് വ്യത്യസ്തമായ ആപ്ലിക്കേഷൻ ഉണ്ട്. കാരണം ഇതൊരു ബ്രേക്ക് ഡൗൺ ഡിവൈസാണ്. ഒരു പ്രത്യേക വോൾട്ടേജ് എത്തിയാൽ മാത്രം കണ്ടക്ട് ചെയ്യുക, ഒരു പ്രത്യേക വോൾട്ടേജ് താഴെ വന്നു കഴിഞ്ഞാൽ അത് ഓഫാകുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് ഇതിന് ആപ്ലിക്കേഷൻ അനേകം എണ്ണമുണ്ട്. ഒരു 3-4 ഇവിടെ പറയുകയാണ്. റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ് ആർ widely used in function generators, electronic beepers, SMPS, inverters, blinkers and voltage controlled oscillators. ഇപ്പോൾ ഇൻവെർട്ടറൊക്കെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഇൻവെർട്ടർ ഒരു പ്രത്യേക വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ തുടങ്ങും. ചാർജ് പീക്ക് ആകുമ്പോൾ ഓട്ടോമാറ്റിക് കട്ടാവും. പിന്നെ അതിൽ ബാറ്ററിയിൽ നിന്ന് ചാർജ് പോയി കഴിഞ്ഞാൽ അത് താഴെ ഒരു വോൾട്ടേജ് വരും. താഴെ വോൾട്ടേജ് വരുമ്പോൾ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ പീക്ക് വോൾട്ടേജ് വാല്യൂ വോൾട്ടേജ് ആ രീതിയിലാണ് ഇൻവെർട്ടർ ചാർജ് ആക്കി ഡിസ്ചാർജ് ചെയ്യുന്നത്. അത് UJT സഹായത്താലാണ് അത് നിർമ്മിക്കുന്നത്. So yeah, they are used in SMPS, inverters, blinkers and voltage controlled oscillators. SMPS എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ഇതാണ്. SMPS സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ SMPS. അപ്പോൾ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. അപ്പോൾ നമ്മൾ സ്വിച്ച്ഡ് മോഡിലായിരിക്കും. നമ്മൾ പ്രത്യേകം ഈ പവർ സപ്ലൈ പ്രത്യേകമായി ഓൺ ചെയ്യേണ്ട, അത് ഓട്ടോമാറ്റിക് ഓണാകും അല്ലെങ്കിൽ ഓഫാകും. അതിനാണ് ഈ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. UJTയിലാണ് ബ്രേക്ക് ഡൗൺ ഡിവൈസ്, UJTയിലാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്. ഇതാണ് ശരിക്കും ഈ സോട്ട് ടൂത്ത് വേവ് ഫോമിൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇത് റിലാക്സേഷൻ ഓസിലേറ്റർ ഉണ്ടാക്കുന്നത് സൈൻ വേവ് അല്ല, സോട്ട് ടൂത്ത് വേവ് ഫോം. ആ സോട്ട് ടൂത്ത് വേവ് ഫോമിൻ്റെ എക്സാക്റ്റ് ഷേപ്പിങ്ങിൽ ഇരിക്കും. നോക്കിയേ, ക്രമേണ ആ വോൾട്ടേജ് കയറുന്നു, ക്രമേണ പെട്ടെന്ന് താഴുന്നു, വീണ്ടും ക്രമേണ കയറുന്നു, പെട്ടെന്ന് താഴുന്നു. ആ ഒരു അർക്ക വാളിൻ്റെ ഒരു സോയുടെ പല്ല് പോലെയാണ് ഈ വേവ് ഫോം ഇരിക്കുന്നത്. റിലാക്സേഷൻ ഓസിലേറ്ററിൻ്റെ വേവ് ഫോമിനെ നമ്മൾ സോട്ട് ടൂത്ത് വേവ് ഫോം എന്ന് പറയും. റിലാക്സേഷൻ ഓസിലേറ്റർ പ്രൊഡ്യൂസസ് എ സോട്ട് ടൂത്ത് വേവ് ഫോം. ഇറ്റ് ഈസ് ഷോൺ ഇൻ ദിസ് ഫിഗർ. അപ്പോൾ 2 പടം വരച്ചിരിക്കുക. 2 പടം ആദ്യ പടം ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വരയ്ക്കുക, ഇതൊന്നും കാണിക്കുക, സോട്ട് ടൂത്ത് ആണെന്ന് പ്രത്യേകം എഴുതുക. അപ്പോൾ ഇത്രയാണ് ഒരു UJT കൺട്രോൾഡ് UJT റിലാക്സേഷൻ ഓസിലേറ്ററെ കുറിച്ച് പറയാനുള്ളത്. It is important. Thank you very much.